അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ഇറാഖിയുടെ വാസിത്തിൽ ഉമ്മു ഉബൈദത്തിലായിട്ടിക്കറ്. ഏകദേശം ബഗ്ദാദിന് 300 കിലോമീറ്റർ ഇപ്പറായിട്ടിക്കറ് ഉമ്മു ഉബൈദ. ലോകപ്രശസ്ത ഔലിയാക്കന്മാരിൽ ഒരാളായ സുൽത്താനുൽ ആരിഫീങ്ങളെ നേതാവായ ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളോ മക്കാം പരിസരത്തിലോ ഒട്ടായിട്ടിക്കൽ ഞങ്ങളുള്ളത്. ബഹുമാനപ്പെട്ടവർ ഹിജറി 512 റജബ് തിങ്കളിൽ ഹുസൈനി അഹ്ലുബൈത്ത് കബീലയിൽ അബ്ബാസിയ ഭരണസമയത്തിലായിട്ടിക്കൽ ജനിച്ചത്. ബഹുമാനപ്പെട്ടവരുടെ പിതാവ് സയ്യിദ് അലി അബുൽ ഹസൻ ആയിട്ടിക്കൽ, മാതാവ് ഫാത്തിമത്തുൽ അൻസാരി ബിന്ത് യഹിയ നജ്ജേരിൻറ്റായിട്ടിക്കൽ. ബഹുമാനപ്പെട്ടവരുടെ പിതാവ് തൻ്റെ 7ാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട പറയത്. പിന്നെ ബഹുമാനപ്പെട്ടവരുടെ മാതാവുടെ പിതൃവ്യ സഹോദരൻ അഷേഖ് മൻസൂർ റബ്ബാൻ്റെ ടായിട്ടിക്കൽ പിന്നുള്ള ജീവിതം തൻ്റെ 7ാമത്തെ വയസ്സിൽ അള്ളാഹുടെ പരിശുദ്ധമായ ഖുർആൻ മനപ്പാടമാക്കി. അശ്ശരി അക്കീദയും ഷാഫി മദ്ഹബുകാരനായ ബഹുമാനപ്പെട്ടവർ റിഫായി തരീഖത്ത് ഷേഖിന് കൂടിയായിട്ടിക്കറ്. ബഹുമാനപ്പെട്ടവർ ഇത്തര ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തുക കാരണം അള്ളാഹുടെ റസൂലിൻ്റെ അങ്ങേ അറ്റം സ്നേഹിച്ചിട്ട് ബഹുമാനപ്പെട്ടവർ ഭയങ്കര സുബറുള്ള വ്യക്തിയായിട്ടിട്ട്, താഴ്മയുള്ള വ്യക്തിയായിട്ടിട്ട് തൻ്റെ ജീവിതത്തിൽ ഉടനീളം സോഷ്യൽ സർവീസ് സമാജ സേവയാക്കി വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ടവർ അഗതിയും അനാഥയും വിധേയന്മാരെ പരിചരിച്ചുകൊണ്ടിരുന്നത്. ബഹുമാനപ്പെട്ടവർ അനേക പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. തൻ്റെ ക്രൂരിയായ സഹധർമ്മിനി ചുട്ടുകറിഞ്ഞു ചൂടേറിയ ഇരുമ്പ് തൻ്റെ ശരീരത്തേക്ക് വെച്ചോണ്ടിരുന്നത്. താൻ വാസിച്ചുകൊണ്ടിരുന്ന വീട് അക കത്തുപാട്ടിത്ത്. ഇങ്ങനെ ഇന്നിട്ടും ബഹുമാനപ്പെട്ടവർ തൻ്റെ സഹധർമ്മിനിക്ക് സ്വർഗത്തുകായിട്ട് തുറന്നിട്ട് തൻ്റെ അനുയായിമാർ സങ്കടം ചെന്നപ്പോൾ ബഹുമാനപ്പെട്ടവർ ചെന്ന് നക്ക് ഇത്ര വലിയ ഉന്നതമായ സ്ഥാനം ലഭിക്കാനുള്ള കാരണം തൻ്റെ സഹധർമ്മിനിയായിട്ടിക്കറുണ്ട്. അല്ലാഹു കൊതുക് കരഗതമാക്കിയ ഭക്ഷണ തൻ്റെ രക്തമായിട്ടിക്കറ്. അങ്ങനെ കൊതുക് കുത്തിട്ട് ചോര കുടിച്ചിട്ട് പാറിപ്പോണ്ടവരെ നിശബ്ദമായിട്ട് നിന്റെ ഒരു പരിത്യാഗ്യം കൂടിയായിട്ടിക്കറ്. കുഷ്ഠരോഗം ബാധിച്ചിട്ട് ചാവ കിടന്ന നായിനെ ചികിത്സയാക്കിയപ്പോൾ ആൾമാർ തമാശ ആക്കാൻ തുടങ്ങിയാറ്. ബഹുമാനപ്പെട്ടവർ ചെന്ന് അള്ളാഹു സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഈ ജീവി പ്രയാസം നേരിടുമ്പോൾ ഞങ്ങ ചികിത്സയാക്കില്ലെങ്കിൽ നാളെ റബ്ബോടൊട്ടുക ഉത്തരം ചെല്ലേണ്ടി വരും. സഹനയുടെയും സഹിഷ്ണുതയുടെയും സേവയുടെ വിനയത്തോ താഴ്മയുടെ പ്രതീകമായ ബഹുമാനപ്പെട്ടവർ ഹിജരി 578 ജുമാഅത്തുൽ അവ്വൽ 12 ഈ ഭൗതിക ലോകത്തോടു വിട ചെല്ലു. വീണ്ടും ജനലക്ഷങ്ങളോ മനസ്സുറോ ഉൽഗത്തില് ആത്മീയ ഹിദായത്തു ബെൽക്കുറു പരത്യ മഹാൻ റാമത്തുള്ളോട് കൂടി ജീവിച്ചുകൊണ്ടുണ്ട്. ബഹുമാനപ്പെട്ടവരുടെ പാദത്തെ ഹക്ക് ജാവർക്കത്തുകൊണ്ടു നാഥാനായ റബ്ബു നാളെ ജണ്ട് ലോകത്തിലും വിജയിപ്പിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ മദീനത്തെ മണ്ണ് ചുംബിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ നേരിട്ടിതാ വന്നിരിക്കുകയാണ് നബിയെ. അതുകൊണ്ട് ഷഫത്തി അവിടുത്തെ കൈയൊന്ന് നീട്ടിത്തരണം. അത് കാരണം എൻ്റെ ചുണ്ടുകൾക്ക് സൗഭാഗ്യമുണ്ടായി തീരാൻ വേണ്ടിയിട്ട്. ഈ ബൈത്ത് ഇങ്ങനെ ചൊല്ലി തീരുമ്പോഴേക്കും റൗള ഷെരീഫിൽ നിന്ന് ഹബീബായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈ നീട്ടി കൊടുക്കുകയും മഹാനായ റിഫായി ഷെയ്ഖ് തങ്ങൾ ആ കൈ ചുംബിക്കുകയും ചെയ്തതായിട്ട് ചരിത്രത്തിൽ കാണാം. അപ്പോൾ മുസ്ലിം ലോകത്തെ ലക്ഷോപലക്ഷം ആളുകൾക്ക് ഹിദായത്തിൻ്റെ വെളിച്ചം നൽകിയിട്ടുള്ള
തർബിയത്ത് നൽകിക്കൊണ്ടിരിക്കുന്ന വലിയൊരു മഹാൻ ഹളറത്തിലാണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത്. മഹാനായ റിഫായി ത്വരീഖത്തിന്റെ, നമുക്കറിയാം നമ്മളെ നാട്ടില് ഒരുപാട് അതുമായി ബന്ധപ്പെട്ടുള്ള റാത്തീബുകളും നേർച്ചകളൊക്കെ നടക്കാറുണ്ട് നമ്മളെ പള്ളികളിലടക്കം. അതൊക്കെ മഹാനായ റിഫായി ഷേഖ് തങ്ങളെ പേരിലാണ്. ജീവിതത്തിൽ വലിയൊരു സൗഭാഗ്യമാണ്. ആ ചെറുപ്പം മുതലേ നമ്മൾ കേൾക്കുന്ന ഒരുപാട് കറാമത്തുകൾ, ഒരുപാട് അത്ഭുതങ്ങൾ കേട്ടിട്ടുള്ള മഹാനായ റിഫായി ഷേഖ് തങ്ങളെ ഹളറത്തിലേക്ക് നേരിട്ട് വരാൻ വേണ്ടി പറ്റി എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു തആല കബൂലാക്കുമാറാകട്ടെ. അള്ളാഹുവെ സ്വീകരിക്കണേ തമ്പുരാനെ. ആയിരക്കണക്കിന് കിലോമീറ്റർ യാത്ര ചെയ്ത് നമ്മൾ വിമാനത്തിലും ബസ്സിലൊക്കെ യാത്ര ചെയ്ത് ഇവിടെ വരെ വന്നത് റഹ്മാനായ റബ്ബെ നീ വെറുതെ ആക്കല്ല തമ്പുരാനെ. അള്ളാഹുവെ നീ വെറുതെ ആക്കല്ല.